ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കേണ്ട ഗതികേടിലേക്ക് എത്തരുതെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഭക്ഷണം. ഒരു മനുഷ്യൻ കഴിച്ചിട്ട് ഒഴിവാക്കിയ എച്ചിലാണ് ശരിക്കും ഈ പാക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. ഈ ഓവർബ്രിഡ്ജിന്റെ നമ്മൾ കയറിയ ഭാഗത്തെ പോലെയല്ല ഇറങ്ങുന്ന ഭാഗത്ത് നമുക്ക് നിറച്ച് ഗാർബേജ് ബാഗുകളാണ്. താഴെയൊക്കെ ഈ ഓടയൊക്കെ പൊട്ടിയിട്ട് മലിനജലമൊക്കെ ഇങ്ങനെ പുറത്ത് തളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് എൻ്റെ പുറത്ത് എന്തോ തട്ടി. ഞാനിങ്ങനെ തിരിയാൻ നിൽക്കുമ്പോഴത്തേക്ക് ഡാൻ ബ്രൗൺ ശബ്ദം കേൾക്കുന്നുണ്ട്, സ്റ്റോപ്പ് 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 എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും എന്തോ തട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഒരു രൂക്ഷമായി നോക്കിക്കൊണ്ട് മാസ്ക് ഒക്കെ ധരിച്ചൊരു മനുഷ്യനെ ഒരു സൈക്കിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇടിക്കാനുള്ള പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമസ്കാരം, ഞാൻ അഷ്റഫ് എക്സൽ, ട്രാവൽ വ്ളോഗറാണ്. 2022 ഫിലിപ്പീൻസിലേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാതെ മുമ്പിൽ കാണുന്ന റോട്ടിൽ കൂടി ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുക, അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിക്കുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഈ അനുഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക. ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും അതുപോലെ തന്നെ അതൊരു ജീവിതമാർഗം കൂടി ആയതുകൊണ്ടും ഈ ട്രാവൽ വ്ളോഗിങ് ഇങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. അങ്ങനെ ഇരിക്കെ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് എങ്ങോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് ഫിലിപ്പീൻസ് കടന്നു വരുന്നത് കേട്ടോ. വുഡ് യു ഈറ്റ് റീസൈക്കിൾഡ് ലാൻഡ്ഫിൽ മീറ്റ്? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് BBC സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ്. ഡോക്യുമെന്ററി സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഭക്ഷണത്തെ കുറിച്ചിട്ടാണ്. ഈ ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കേണ്ട ഗതികേടിലേക്ക് എത്തരുതെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഭക്ഷണം. ഈ ഭക്ഷണത്തിന്റെ കഥയും അത് ലഭിക്കുന്ന സ്ഥലവും ഒക്കെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഫിലിപ്പീൻസ് എന്ന രാജ്യം അടുത്ത യാത്രക്കായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ പെട്ടെന്ന് തന്നെ കിട്ടി. ടിക്കറ്റ് എടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ തലേ ദിവസം തന്നെ ബാംഗ്ലൂർ എത്തി. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മുസ്തഫയ്ക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹമാണ് എന്നെ ബാംഗ്ലൂരിലെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പൊതി എൻ്റെ കൈ തന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതൊരു സർപ്രൈസാണ്, അത് നിനക്ക് ആവശ്യം വരും, അവിടെ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ അത് അങ്ങനെ സമ്മതിച്ച് വാങ്ങി വെച്ചു. എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് കയറിയിട്ട് ക്വാലാലംപൂർ വഴി 9 മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ മനിലയിലെ നിനോയ് അക്കോയ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫിലിപ്പീൻസിലേക്ക് പോകുന്ന ഈ കാലത്ത് ഞാൻ അധികമൊന്നും ഇന്റർനാഷണൽ യാത്രകൾ നടത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും ഫിലിപ്പീൻസിലെ ഒരു മലയാളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ അദ്ദേഹത്തോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. കാരണം ആ യാത്ര ഒരു അനുഭവം ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അബദ്ധങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ആ അബദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാക്സിമം നല്ലൊരു എക്സ്പീരിയൻസ് ആവണം ആ ട്രിപ്പ് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഒരു മലയാളിയൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരുന്നത്. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തു വഴി കണക്ട് ആയിട്ടുള്ള ഫിലിപ്പീനി പെൺകുട്ടി ഐലിൻ എന്നെ എയർപോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. വൈകിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഐലിനും കൂടി ടാക്സിയിൽ മക്കാത്തെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ഡേ താമസിക്കാൻ വേണ്ടിയിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ ഹോട്ടൽ റൂമിലാക്കിയിട്ട് ഐലിൻ തിരിച്ചു പോയി. ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ കൂടെ 1-2 ദിവസം യാത്രയിൽ വരാൻ പറ്റുമോ എന്ന് ഐലിൻ്റെ അടുത്ത്. പക്ഷേ അവർക്ക് ഫാക്ടറിയിൽ നിന്ന് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. ഐലിൻ പോയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ഞാൻ അധികം ഇൻ്റർനാഷണൽ യാത്രകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്നും ഒരു രൂപമില്ല. ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മനിലയുടെ ഭാഗം തന്നെയാണ് ഈ മക്കാത്തി കേട്ടോ. ഇതൊരു ആഡംബര ഷോപ്പിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഒരിക്കലും ഉറങ്ങാത്ത സജീവമായിട്ടുള്ള നൈറ്റ് ലൈഫിൻ്റെയും ഒക്കെ ഏരിയയാണ്. അപ്പോൾ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഇവിടെ ഈ നാട്ടിലെ ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാളെ കോണ്ടാക്ട് ആണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് കുറേ സമയം ഇരുന്നു. ആ ഇരുത്തം പുലർച്ചെ ഏകദേശം 3 മണി വരെ തുടർന്നു കേട്ടോ. 3 മണിയായ സമയത്ത് എനിക്കൊരു പേര് കിട്ടി, ഡാനിലോ ബ്രേണിയോ. ഡാനിലോ ബ്രേണിയോ എന്ന പേര് ഞാനൊന്ന് ഷോർട്ടാക്കി കേട്ടോ, വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡാൻ ബ്രോ എന്നാക്കി.
അദ്ദേഹം ഒരു വ്ളോഗറാണ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം മനിലയിലെത്തും, ഇപ്പോൾ പുറത്തെവിടെയാണ്, അപ്പോൾ വന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര പ്രതീക്ഷ നൽകി കേട്ടോ. അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും എന്ന് തോന്നി. അപ്പോൾ ഇനി ഡാൻ ബ്രോ വരുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പ്ലാനൊന്നും ചെയ്യുന്നില്ല. അന്ന് കുറച്ച് സിറ്റിയിലൊക്കെ കറങ്ങി നടന്നു. വൈകുന്നേരം എന്നെ ആരിഫ്ക കോൺടാക്ട് ചെയ്തു കേട്ടോ. ആരിഫ്ക ഒരു മലയാളിയാണ്. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഫിലിപ്പീൻസിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം മനിലയിൽ തന്നെ മലാത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ ഈ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ടാക്സിയിൽ ആരിഫ്ക നിൽക്കുന്ന മലാത്തയിലേക്ക് എത്തി. മലാത്തയിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള സ്ട്രീറ്റിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിച്ചു കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ ഹോട്ടൽ റൂമിൽ തന്നെ ഇരുന്നു, ഒന്നും ചെയ്തില്ല. അതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മുടെ ഡാൻ ബ്രോ വരുന്നത്. അദ്ദേഹം രാവിലെ വന്നിട്ട് ഹോട്ടലിൻ്റെ താഴത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മനില ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഡാൻ ബ്രോ പറഞ്ഞത് നമ്മൾ ഡിവിസോറിയ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട തിരക്ക് പിടിച്ചൊരു മാർക്കറ്റൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകാം എന്നാണ്. മൊത്തത്തിൽ മനിലയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാണ് ഡാൻ ബ്രോയുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം ഞങ്ങളൊരു പ്രത്യേക തരത്തിലുള്ള വണ്ടിയിൽ യാത്ര ചെയ്തു കേട്ടോ. ജീപ്നി എന്നാണ് പേര്. ജീപ്നി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ജീപ്പ് എന്നാണ്, പക്ഷേ ഇത് ജീപ്നി എന്നാണ്. അതായത് നമ്മുടെ നോർമൽ ജീപ്പിൻ്റെ ഒരു നീളം കൂടിയ ഒരു രൂപമാണ്. നീളം കൂടുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 മീറ്ററോ 9 മീറ്ററോ ഒക്കെ നീളം വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഒരു അസാധാരണ ലെങ്ത്തുള്ള വണ്ടിയാണ്. അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച മിലിറ്ററി വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം. യുദ്ധത്തിന് ശേഷം അവർ ഉപേക്ഷിച്ച ഈ വണ്ടികൾ ഇവിടെ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിട്ട് ഇവർ യൂസ് ചെയ്യാണ്. ആ വണ്ടികൾ അതേപോലെ ഉപയോഗിക്കല്ല, മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് രൂപങ്ങളാണ്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഇവർ ഭയങ്കര കളർഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ദൂരം ഒരു ജീപ്നിയിൽ യാത്ര ചെയ്ത് അതിനുശേഷം ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേറെ ജീപ്നിയിൽ യാത്ര ചെയ്ത് അങ്ങനെ ഡിവിസോറി എത്തി. ഡിവിസോറിയൊക്കെ കറങ്ങി നടന്നു. അതുപോലെ ട്രൈ സൈക്കിൾ പരിചയപ്പെട്ടു. ട്രൈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ സൈക്കിളാണ് ഫിലിപ്പീൻസിലെ ഏറ്റവും സാധാരണ മനുഷ്യരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു യാത്രാ സംവിധാനം. നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ പോലെ വേണമെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്കൂട്ടറിനൊക്കെ സൈഡിലൊരു സൈഡ് കാർ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കുറേ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്കൂട്ടറിൻ്റെ സൈഡിലൊരു ബോക്സ്, അതിനകത്ത് ഇങ്ങനെ ആൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. അതുപോലെ ഇവർ സൈക്കിളിലും അതുപോലെ മോട്ടോർ സൈക്കിളിലും സൈഡിലൊരു ബോക്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. ശരിക്കും നീളം കൂടിയ ആൾക്കാർക്ക് അതിനകത്ത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കൗതുകമുള്ള യാത്രയാണത്. വളരെ ചിലവ് കുറവാണ്. അപ്പോൾ പിന്നീടുള്ള ഒരുപാട് ദിവസങ്ങളിൽ ഈ ട്രൈ സൈക്കിളിലാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ആ പകലിലെ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടോടെ റൂമിലെത്തി. നാളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭക്ഷണം പരിചയപ്പെടാനും അതുള്ള സ്ഥലം കാണാനും വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിരാവിലെ പോവേണ്ടതുള്ളത് കൊണ്ട് ഡാൻ ബ്രോ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ തന്നെയാണ് അന്ന് താമസിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ രാത്രി പുറത്തിറങ്ങി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം രാവിലെ 5 മണിക്കാണ് അലാറം വെച്ചിരുന്നെങ്കിലും 4 മണിക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നു കേട്ടോ. ഉണർന്ന് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 7 മണിയായപ്പോൾ ഉണ്ടാകുന്ന ഒരു വെളിച്ചം 5 മണിക്ക് തന്നെ ഉണ്ട്. ഡാൻ ബ്രോനെ ഞാനാ വിളിച്ചു ഉണർത്തിയത്. പുള്ളി എണീറ്റ് റെഡിയായി ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. അങ്ങനെ ഞാൻ ആ BBC ഡോക്യുമെൻ്ററി കണ്ട ഭക്ഷണം പരിചയപ്പെടാൻ വേണ്ടി പോവാൻ കേട്ടോ. ആ ഭക്ഷണത്തിൻ്റെ പേരാണ് പക്പാക് എന്നുള്ളത്. അത് കാണാനും അനുഭവിക്കാനും നമ്മൾ പോവേണ്ടത് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ അതേ ഡിവിസോറിയയിൽ നമ്മൾ ജീപ്നിയിലെത്തി. അവിടുന്ന് ആ മാർക്കറ്റിലെ തിരക്കിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു ട്രൈ സൈക്കിളിൽ നമ്മൾ ഹാപ്പി ലാൻഡിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. ട്രൈ സൈക്കിളിൻ്റെ ഡ്രൈവർ എടുത്ത് ഡാൻ ബ്രോ ഹാപ്പി ലാൻഡിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞത് എനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ അതിനുശേഷം അപ്പോൾ മുതൽ ഡാൻ ബ്രോയും ഈ ട്രൈ സൈക്കിൾ ഓടിക്കുന്ന ആളും തമ്മിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംസാരമാണ്. അത് അവരുടെ ഭാഷയിലാണ്, തഗലോഗ് ഭാഷയിലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഹാപ്പി ലാൻഡിൻ്റെ
കുറച്ച് ഒരു 1.5 കിലോമീറ്റർ മുമ്പ് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു വളരെ ചെറിയ ഒരു സ്ട്രീറ്റിൽ കൂടെ വണ്ടി മുന്നോട്ട് പോയിട്ട് ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ടോ. അപ്പോൾ എന്നോട് ഡാൻ ബ്രോ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി, ഡാൻ ബ്രോ ഇറങ്ങി. ഈ ട്രൈസൈക്കിൾ ഡ്രൈവർ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും വണ്ടി ഒന്ന് നിർത്തിയതിന് ശേഷം ഡാൻ ബ്രോയോട് എന്തോന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഡാൻ ബ്രോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ പറഞ്ഞയച്ചു. എന്നിട്ട് എന്നെയും വിളിച്ചിട്ട് ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ ബോർഡ് എഴുതിയിട്ടുണ്ട് ബാരംഗെ 105. അതായത് നമ്മുടെ പഞ്ചായത്ത് വാർഡൊക്കെ പോലെ ഫിലിപ്പീൻസിലെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബാരംഗെ എന്ന് പറയുന്നത്. അതൊരു സർക്കാർ ഓഫീസാണ്. അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡാൻ ബ്രോയുടെ കോൺടാക്റ്റ് കിട്ടിയതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്നെ ഹാപ്പി ലാൻഡിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോയാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് ഇവിടുത്തെ ഒരാളെയും കൊണ്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻ ബ്രോയുടെ അടുത്ത് ഹാപ്പി ലാൻഡിലേക്ക് കൊണ്ടുപോകണം എന്ന് ഞാൻ പറയുന്ന ആ മൊമെന്റ് മുതൽ അദ്ദേഹം അതിന് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ട് അതിന് പുള്ളി തയ്യാറായിട്ട് ഇവിടം വരെ എൻ്റെ കൂടെ വന്നതാണ്. പക്ഷേ പുള്ളിക്ക് അറിയാമായിരുന്നു ഹാപ്പി ലാൻഡിലേക്കുള്ള യാത്ര അത്രക്ക് സുഖകരമായിരിക്കില്ല, അത്രക്ക് സേഫ് ആയിരിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ആ മൊമെന്റ് മുതൽ കുറേ ആളുകളോട് അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ച ആളുകളൊക്കെ പറയുന്നത് ഹാപ്പി ലാൻഡിലേക്ക് പോകരുത് എന്നാണ്. അവസാനം നമ്മൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറപ്പെട്ട് വന്ന ജീപ്നിയിലെ ഡ്രൈവർ എടുത്തും അതിനുശേഷം ഡിവിസോറിയിൽ നിന്ന് നമ്മൾ കയറിയ ട്രൈസൈക്കിളിൻ്റെ ഡ്രൈവർ എടുത്തും പുള്ളി ഈ കാര്യം പറയുമ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോകരുത്, അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തായിരുന്നു. ഒരുപാട് കള്ളന്മാരും പിടിച്ചു പറിക്കാരും ഓർഗനൈസ്ഡ് ക്രിമിനൽ സംഘങ്ങളുടെ പ്രൊഫഷണൽ കുറ്റവാളികളും കൊലപാതകികളും അതുപോലെ തന്നെ ഡ്രഗ് പുഷേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളൊക്കെ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത് മനിലയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുന്ന ഓരോ മനുഷ്യന്മാരും അങ്ങോട്ട് ഒരിക്കലും പോകരുത്, മനിലയിലെ ഏറ്റവും കുറ്റകൃത്യം കൂടിയ സ്ഥലം കൂടിയാണിത് എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കിയിരുന്നത്. അതുകൊണ്ട് ട്രൈസൈക്കിളിൻ്റെ ഡ്രൈവർ പറഞ്ഞ ഒരു ആശയമാണ് ബാരംഗെ ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ ചെയർമാൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു പോലീസുകാരനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ മാത്രം പോയാൽ മതി എന്നുള്ളൊരു മുന്നറിയിപ്പുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ബാരംഗയുടെ ഓഫീസിനകത്ത് കയറിയിട്ട് അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന 2 പേരെടുത്ത് ഡാൻ ബ്രോ പോയിട്ടൊന്ന് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചെയർമാൻ ഉണ്ട് മാനി ലോപ്പസ്, അദ്ദേഹം വരണം, അദ്ദേഹം വന്നിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് പോലീസുകാരനെയും കൂട്ടി വിടാമെന്ന് ഇവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അരമണിക്കൂറിലധികം സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ. വീണ്ടും കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ ഡാൻ ബ്രോയോട് പറഞ്ഞു, ബ്രോ ഞാൻ പോയിക്കോളാം, എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ പരിചയമുണ്ട്, പ്രശ്നമൊന്നുമില്ല, നമുക്ക് വൈകിട്ട് റൂമിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എണീറ്റിട്ട് പോകാൻ പുറപ്പെട്ടു. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പുള്ളി എൻ്റെ കൂടെ വരികയായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി അപ്പുറത്തുള്ളൊരു കടയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഇനി ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇടുങ്ങിയ റോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രധാന റോട്ടിലേക്ക് എത്തി. അവിടുന്ന് കുറച്ച് റോഡിനോട് ചേർന്നിട്ട് മുന്നോട്ട് നടന്നപ്പോൾ നമുക്കൊരു ഓവർ ബ്രിഡ്ജ് കിട്ടി. ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചപ്പുറത്താണ് നമ്മൾ തേടി വന്ന ഹാപ്പി ലാൻഡ്. അങ്ങനെ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് കുറച്ച് മുമ്പിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഭയങ്കര ദുർഗന്ധമൊക്കെ വരാൻ തുടങ്ങി. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ നമ്മൾ കയറിയ ഭാഗത്തെ പോലെയല്ല ഇറങ്ങുന്ന ഭാഗത്ത് നമുക്ക് നിറച്ച് ഗാർബേജ് ബാഗുകളാണ്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ നടന്നിറങ്ങാൻ പോലും മര്യാദക്ക് പറ്റാത്ത രീതിയിൽ ഈ ഗാർബേജ് ബാഗുകൾ കൂട്ടിയിട്ടേക്കാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫുട്പാത്തിൽ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഗാർബേജ് ബാഗുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബാഗ് റോട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പല സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലം. മൊത്തത്തിൽ ഭയങ്കര വൃത്തികേടാണ്. താഴെയൊക്കെ ഈ ഓടയൊക്കെ പൊട്ടിയിട്ട് മലിനജലമൊക്കെ ഇങ്ങനെ പുറത്ത് തളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ളൊരവസ്ഥയാണ്. എന്തായാലും നമ്മൾ അതൊക്കെ കടന്ന് ഒരു 5 മിനിറ്റ് മുന്നോട്ട് നടന്നപ്പോൾ ഒരു സ്ഥലമെത്തി. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളറിലുള്ള മലിനജലം ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ കൂടി ഇങ്ങനെ ആൾക്കാർ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട്. കുറേ ട്രൈസൈക്കിൾസ് ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. വലത്തോട്ടൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ മുകളിൽ ഒരു കവാടം, ഈ വളരെ നേർത്ത കമ്പി കൊണ്ടുണ്ടാക്കിയ, പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കവാടമാണ്. അതിനകത്തുനിന്ന് ഒരു ബോഡി ഞാനിങ്ങനെ വായിച്ചു.
വെൽക്കം ടു ബാരംഗെ 105 ഹാപ്പി ലാൻഡ്. നമ്മൾ തേടി വന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹാപ്പി ലാൻഡിൽ മെട്രോ മനിലയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ് കേട്ടോ ഹാപ്പി ലാൻഡ്. 10,000-കണക്കിന് ഫിലിപ്പീൻസ് പൗരന്മാർ തിങ്ങി ഞെരുങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ മിക്ക ദിവസങ്ങളിലും 1-2 നേരം കുറച്ച് ചോറ് ഈ സോയാ സോസിൽ മുക്കി കഴിച്ചിട്ട് വിശപ്പടക്കി ജീവിക്കുന്ന മനുഷ്യരാണ് ജീവിക്കുന്നത്. ഹാപ്പി ലാൻഡിനോട് ചേർന്നാണ് മനിലയിലെ ഗാർബേജ് ഒക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഈ മാലിന്യ കൂമ്പാരം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഹാപ്പി ലാൻഡ് രൂപപ്പെട്ടത് കേട്ടോ. അതായത് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പുനരുപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ശേഖരിച്ചിട്ട് വിറ്റിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഭൂരിഭാഗം പേരും ഈ ഹാപ്പി ലാൻഡിലുള്ളത്. ഞങ്ങൾ എന്തായാലും ഒരു 10 അടി കൂടി നടന്ന് ഹാപ്പി ലാൻഡിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇനി നമ്മൾ അന്വേഷിച്ച് വന്ന പാക് എന്ന് പറയുന്ന ഭക്ഷണം എവിടെ കിട്ടും എന്നാണ് അറിയാനുള്ളത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വലതു ഭാഗത്ത് ഒരു ചേച്ചി ഒരു മേശപ്പുറത്ത് കുറച്ച് പുഴുങ്ങിയ കപ്പയും മധുരക്കിഴങ്ങൊക്കെ വിൽക്കുന്നുണ്ട്. അവരോട് പോയിട്ട് ചോദിച്ചു എവിടെയാണ് ഈ പാക് കിട്ടുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഹാപ്പി ലാൻഡിലെ ഏറ്റവും രുചികരമായ പാക് കിട്ടുന്നത് നാനായ് മിൻഡ എന്ന് പറയുന്ന ഒരു മുത്തശ്ശിയുടെ കടയിലാണെന്നും ആ മുത്തശ്ശിയുടെ കടയിലേക്ക് പോകാനുള്ള വഴിയും ആ ചേച്ചി പറഞ്ഞു തന്നു കേട്ടോ. എന്തായാലും ചേച്ചിയോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും നടക്കാൻ പോലും വഴിയില്ലാത്ത രീതിയിൽ ഈ ഉന്തുവണ്ടികളൊക്കെ വഴി അടച്ച രീതിയിലുള്ള അവസ്ഥയാണ്. അതിൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ നാനായ് മിൻഡ എന്ന് പറയുന്ന മുത്തശ്ശിയുടെ ഷോപ്പിൻ്റെ മുമ്പിലെത്തി. ഒരു കുഞ്ഞിക്കട, ഫ്രണ്ടിലേക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പലകയിൽ ഇങ്ങനെ ആളുകൾ ഭക്ഷണം വെച്ചിട്ട് പുറത്ത് റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അകത്ത് മുത്തശ്ശിയുടെ കൊച്ചുമകൾ ഈ കട മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടയിൽ ഈ മേശപ്പുറത്ത് വലിയൊരു ചട്ടിയിൽ നമ്മൾ ഇത്രയും നേരം പ്രതീക്ഷയോടെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഭക്ഷണം ഇരിക്കുന്നുണ്ട്. പാക് ശരിക്കും ഒരു ചിക്കൻ ഡിഷാണ് കേട്ടോ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം മാത്രമാണ്. പക്ഷേ ആ ചിക്കൻ എന്താണ്, എങ്ങനെയാണ്, എവിടുന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവുക. അതായത് കഴിഞ്ഞ ദിവസം തൊട്ട് തലേ ദിവസം മനില സിറ്റിയിലെ KFC, മക്ഡൊണാൾഡ്സ്, ജോലിബി ഒക്കെ പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിൽ പോയിട്ട് ആളുകൾ ഈ ഓർഡർ ചെയ്തിട്ട് വാങ്ങി കഴിച്ച ചിക്കൻ്റെ ബാക്കി വരുന്ന എല്ലും കഷ്ണങ്ങളും അവർ ബാക്കി അതിനകത്ത് വെക്കുന്ന ചെറിയ ചെറിയ പീസുകളുണ്ടെങ്കിൽ അതും ഒക്കെ ആണ് ഈ പാക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യൻ കഴിച്ചിട്ട് ഒഴിവാക്കിയ എച്ചിലാണ് ശരിക്കും ഈ പാക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ആ ഡോക്യുമെൻ്ററി നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് ചെയ്യുന്നവരുടെ വാക്കുകളിലൂടെ ശരിക്കും ഉറപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഡാൻബ്രോയോട് ചോദിക്കാൻ പറഞ്ഞു. ഡാൻബ്രോ അപ്പോൾ ഈ നാനായ് മിൻഡ എന്ന് പറയുന്ന മുത്തശ്ശിയോട് പാകിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അതായത് ഈ ചിക്കൻ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ആളുകളുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ വിവരങ്ങൾ കിട്ടി. അതായത് അവരുടെ ജോലി തുടങ്ങുന്നത് ശരിക്കും രാത്രി 1 മണിക്കൊക്കെയാണ് അത്രേ. അതായത് അർദ്ധരാത്രിയിലാണ് മെട്രോ മനിലയിലെ ഗാർബേജ് വണ്ടികൾ, ലോറികൾ വന്നിട്ട് ഈ പറഞ്ഞ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി കൊട്ടുന്നത്. അവിടുന്ന് ഈ പറഞ്ഞ ഏജൻറ്റുമാർ, പാക് കളക്ട് ചെയ്യുന്ന ഏജൻറ്റുമാർ അവിടെ പോയിട്ട് ഈ രാത്രി 1 മണി സമയത്തൊക്കെ ഈ KFCയുടെയും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളുടെയൊക്കെ പ്രത്യേകം ബാഗുകൾ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ആ താഴെയുള്ള തറയിൽ തന്നെ ഇട്ടിട്ട് ഇത് തുറന്ന് അവിടെ കൊട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഈ ചിക്കൻ്റെ എല്ലുകളും അതുപോലെയുള്ള ബാക്കിയുള്ള ചിക്കനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സാധനം മാത്രം അവർ കളക്ട് ചെയ്യും. ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് അവിടെയുള്ള മൊത്തം മാലിന്യങ്ങളും ഒരുമിച്ചൊരു ബാഗിലിട്ടിട്ട് ആകെ കൂടെ കുഴഞ്ഞ രീതിയിലാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവർ ഈ ചിക്കൻ്റെ പുറത്ത് ബാക്കിയുള്ള അവിടെ വേസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ചോറോ പച്ചക്കറിയുടെ സംഭവങ്ങളോ ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഈ ചിക്കൻ പെറുക്കി എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ആണ് ബാഗിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കുടയുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ്, തഗലോഗ് ഭാഷയിൽ അതിന് പറയുന്ന പേരാണ് പാക് എന്ന്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഭക്ഷണത്തിന് പേര് രൂപപ്പെടുന്നത് ഒന്നുകിൽ ആ ഭക്ഷണം രൂപപ്പെട്ട സ്ഥലത്തിൻ്റെ പേരിൽ നിന്നോ അതല്ലെങ്കിൽ അതിൻ്റെ കുക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നോ അതല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ പേരിൽ നിന്നൊക്കെയാണ് ഒരു ഭക്ഷണത്തിൻ്റെ പേര് രൂപപ്പെടുക. ഇവിടെ ഇവർ ഈ ചിക്കൻ്റെ എല്ല് പെറുക്കിയെടുത്തിട്ട് അതിൽ
പറ്റിപ്പിടിച്ചിട്ടുള്ള മലിന വസ്തുക്കൾ കുടഞ്ഞു കളയുക എന്നുള്ള അർത്ഥത്തിൽ കുടയുക എന്ന അർത്ഥമുള്ള പക്പാഗ് എന്ന വാക്ക് തന്നെയാണ് ഈ ഭക്ഷണത്തിനും അവരെ വിളിച്ചത്. കളക്ട് ചെയ്ത ഈ ചിക്കൻ ഏകദേശം ഒരു 5 മണിയോടെ അവർ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കും. ഏകദേശം 200 പെസോ ആണ് കേട്ടോ അവരെനിക്ക് കാണിച്ചു തന്നൊരു കവറിൻ്റെ വലിപ്പം. ആ ഒരു കവർ ഫുള്ള് ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ശേഖരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്, റെസ്റ്റോറൻറ്റുകാരൻ കൊടുക്കുന്നത് 200 പെസോ ആണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഈ റെസ്റ്റോറൻറ്റുകാരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇവരൊന്ന് കഴുകും. ഒരു സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ട് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഒരു അവസ്ഥയിലായിരിക്കും. ആ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം വാർക്കാൻ വെക്കും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ബാച്ച് പക്പാഗ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വിറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ കുറേ പേര് ഇരുന്നിട്ട് അത് കഴിക്കുന്നുണ്ട്. ഒരു കുട്ടി, ഞങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് ചെറിയൊരു കുട്ടി, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഓടി വന്നിട്ട് ഒരു 20 പെസോ ഈ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് അത് പാർസൽ വാങ്ങിയിട്ട് അതുകൊണ്ട് തുള്ളിച്ചാടി പോകുന്നതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ കുറച്ചു നേരം ഈ ഭക്ഷണം കണ്ടു നിന്നപ്പോൾ ഡാൻ ബ്രോക്ക് ഒരു കൊതി, ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കേട്ടോ. എനിക്കൊരിക്കലും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഡാൻ ബ്രോ എന്നോട് ചോദിച്ചു ട്രൈ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറച്ച് ഒരു 10 പെസോക്ക് കുറച്ച് ചോറും, 10 പെസോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 15 രൂപയാണ് കേട്ടോ. അതായത് 1.5 രൂപയാണ് ഒരു പെസോ. അപ്പോൾ 10 പെസോക്ക് കുറച്ച് ചോറും ഒരു 2 പീസ് പക്പാഗും കൂടി പുള്ളി വാങ്ങിച്ചിട്ട് ഡാൻ ബ്രോ സുഖമായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ബ്രോ ഇത് കഴിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ മനുഷ്യന്മാരൊക്കെ കഴിക്കുന്നില്ലേ. അപ്പോൾ പിന്നെ ഞാനൊന്ന് കഴിക്കുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, ടേസ്റ്റ് ദ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു. പുള്ളി ടേസ്റ്റ് മാസം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി കഴിച്ചത്. അപ്പോൾ പക്പാഗ് കണ്ടു, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഡാൻ ബ്രോ കുറച്ചത് കഴിച്ചു. അപ്പോൾ ഇനി മുത്തശ്ശിയോടും മുത്തശ്ശിയുടെ കൊച്ചുമോളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇറങ്ങുമ്പോഴാണ് ആലോചിക്കുന്നത്, അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അതിൻ്റെ ആ കവാടത്തിൽ എത്തിയത് മുതൽ പക്പാഗ് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് ഓർക്കുന്നത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് പേര് നമ്മൾ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് വിലക്കിയിരുന്നല്ലോ. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള ഒരു അപകട സാധ്യതയൊന്നും കണ്ടതൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ആ ബാരങ്കയിൽ പോയിട്ട് പേടിച്ചിട്ട് കുറേ സമയം കളഞ്ഞല്ലോ എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇടതുഭാഗത്തുനിന്ന് ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഡാൻ ബ്രോ അങ്ങോട്ട് മുന്നോട്ട് നടന്നുപോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ ലോറിയിൽ കുറേ ഈ കാർട്ടൺ ഉണ്ടല്ലോ, പഴയ കാർഡ്ബോർഡുകൾ, അതിങ്ങനെ ആളുകൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഈ ലോറിയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. പുള്ളിയാണ് പാട്ട് പാടുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഇത് സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട്. പുള്ളി ഇത് വാങ്ങിയിട്ട് പാട്ട് പാടിക്കൊണ്ട് ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഷൂട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് അവരെ നേരെ പിടിച്ചു കേട്ടോ. അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന ആൾ എന്തോ പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഭാഷയിൽ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത് ഞാൻ വിചാരിച്ച്. ഞാനപ്പോൾ എനിക്ക് ഈ പാട്ടാണ് ആവശ്യം, ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് എൻ്റെ പുറത്ത് എന്തോ തട്ടി. ഞാനിങ്ങനെ തിരിയാൻ നിൽക്കുമ്പോഴത്തേക്ക് ഡാൻ ബ്രോയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, സ്റ്റോപ്പ് 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 എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും എന്തോ തട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഒരു രൂക്ഷമായി നോക്കിക്കൊണ്ട് മാസ്ക് ഒക്കെ ധരിച്ചൊരു മനുഷ്യനെ ഒരു സൈക്കിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇടിക്കാനുള്ള പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഡാൻ ബ്രോ എൻ്റെ അടുത്തെത്തി. എന്നിട്ട് എന്നെ പിടിച്ചിങ്ങനെ വലിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് പെട്ടെന്ന് സമയം കളയാതെ രക്ഷപ്പെട്ടു പോന്നു. അവിടുന്ന് നടക്കൊക്കെ ചെയ്തിട്ട് ഒരു ട്രൈസൈക്കിളും പിടിച്ച് നമ്മൾ രാവിലെ കണ്ട ഡിവിസോറിയയിൽ എത്തിയിട്ട് ഒരു ഇളനീരിൻ്റെ കടയിൽ വന്നിട്ടാണ് നിന്ന് കേട്ടോ. അവിടെ നിന്നതിന് ശേഷം ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഡാൻ ബ്രോയോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന ആൾ പറയുന്നത് ഐ ആം വാണ്ടഡ്. കുറേ വാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, ക്രിമിനൽസ്, കുറേ കേസുകളുള്ള ആൾക്കാർ. അപ്പോൾ പുള്ളി ഒരു വാണ്ടഡ് പേഴ്സൺ ആണ്. പുള്ളിനെ വീഡിയോ എടുക്കേണ്ടെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ വീഡിയോ എടുത്തതിൽ ദേഷ്യം പൂണ്ട ഒരാളാണ് ബാക്കിൽ നിന്ന് എന്നെ തട്ടിയത്. അപ്പോൾ എന്തായാലും കൂടുതൽ സമയം അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ രാവിലെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് സമയം കളഞ്ഞതിലുള്ള നിരാശ അതോടെ മാറി. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു ഇളനീരൊക്കെ കുടിച്ചതിന് ശേഷം വൈകുന്നേരത്തോടെ അന്ന് റൂമിലേക്ക് പോയി.